ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലുള്ള റോട്ടോറുവ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ. റോട്ടോറുവയിലെ റെഡ്വുഡ് ഫോറസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ റെഡ്വുഡ് ഫോറസ്റ്റിലെ ട്രീ വാക്ക് എന്ന ആക്ടിവിറ്റി ചെയ്യാനാണ് പ്ലാൻ. ഇത് ബേ ഓഫ് പ്ലെൻറ്റി എന്ന പ്രദേശത്താണ്. ഏതാണ്ട് 60,000-ത്തിനടുത്താണ് ഇവിടുത്തെ ജനസംഖ്യ. കിഴക്കൻ പോളിനേഷ്യയിൽ നിന്ന് ന്യൂസിലൻഡ് വന്ന് കുടിയേറിയ ആളുകളായിരുന്നു മാവോറി വംശജർ. അവർ 14-ാം നൂറ്റാണ്ടിൽ വന്ന് താമസിച്ച സ്ഥലം കൂടിയാണ് റോട്ടോറുവ. 2023 സർവേയിൽ റോട്ടോറുവയിലെ ആകെയുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് 40% മാവോറി വംശജരാണ്. ഇത്രയധികം ശതമാനത്തോളം മാവോറി വംശജർ താമസിക്കുന്ന മറ്റൊരു സ്ഥലം ന്യൂസിലൻഡിൽ വേറെ ഇല്ല. റോട്ടോറുവ സിറ്റി സെൻറ്ററിൽ നിന്ന് ഈ സ്ഥലത്തേക്കെത്താൻ ഏതാണ്ട് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഏകദേശം 120 വർഷം പ്രായമുള്ള 27 റെഡ്വുഡ് മരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന 28 തൂക്കുപാലങ്ങളും ഇവയാണ് റെഡ്വുഡ് ട്രീ വാക്ക് സാധ്യമാക്കുന്നത്. 700 മീറ്ററാണ് ഈ ട്രീ വാക്കിൻ്റെ ആകെയുള്ള ദൂരം. ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് സമയം മതി. ഓൺലൈനിൽ നമുക്കിവിടുത്തെ ടിക്കറ്റ് എടുക്കാം. പക്ഷേ മഴയുടെ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കൗണ്ടറിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ ഫോർകാസ്റ്റിലുണ്ട്. 10 മണിയോടടുത്താണ് മഴ എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വെച്ച് പിടിച്ചു. അഡൽട്ടിന് $40, 5 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് $25 ചാർജ്. 4 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. ഈ ഐസൈറ്റ് ഒരു ചെറിയ ഷോപ്പ് തന്നെയാണ്. ഇവിടെ സുവനീറുകൾ മാത്രമല്ല, ടൂറിസ്റ്റുകൾക്ക് വാങ്ങിക്കാനായി പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ജാക്കറ്റുകൾ, സൺഗ്ലാസ്, ക്യാപ്പുകൾ, അങ്ങനെ പലതും. മോശം കാലാവസ്ഥയിലും ആളുകൾക്ക് ട്രീ വാക്ക് നടത്താനുള്ള വഴികളാണ് ഇത്. ന്യൂസിലൻഡിൽ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അവിടെയെല്ലാം ടിക്കറ്റ് കൗണ്ടർ ഇങ്ങനെയൊരു ഷോപ്പിൽ തന്നെയായിരിക്കും. ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ട്രീ വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ എല്ലാം തരും. ഞാൻ പോകുന്ന സമയത്ത് അധികം വിസിറ്റേഴ്സ് ഒന്നുമില്ല. അത് ഇന്നത്തെ മഴയുടെ പ്രഡിക്ഷൻ കൊണ്ടാണ്. കൊച്ചുകുട്ടികളെ കയ്യിലൊന്നും എടുത്തുകൊണ്ട് ട്രീ വാക്ക് ചെയ്യരുതെന്ന് പ്രത്യേകം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്ട്രോളർ ഇവിടെ അലോ ചെയ്യാറില്ല. ഇവർ തരുന്ന പുഷ് ചെയറിന് ചാർജ് ഒന്നുമില്ല. ഈ തൂക്കുപാലങ്ങൾ തുടങ്ങുന്ന ഭാഗത്ത് പ്ലാറ്റ്ഫോമിലേക്ക് റാമ്പുണ്ട്. അങ്ങനെ മുകളിലത്തെ പ്ലാറ്റ്ഫോമിലെത്തി. ഞാൻ ആദ്യത്തെ പാലത്തിലൂടെ നടന്നു തുടങ്ങി. പാലത്തിൽ നടക്കുമ്പോൾ വലിയ അനക്കമൊന്നുമില്ല. പാലത്തിൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയാണ് ഉള്ളത്. പാലത്തിൻ്റെ വശങ്ങളിൽ നെറ്റും കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 125 വർഷം മുൻപാണ് ഇവിടെ ഈ കാണുന്ന മിക്ക റെഡ്വുഡ് മരങ്ങളും പ്ലാന്റ് ചെയ്തത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് തന്നെ എല്ലാ മരങ്ങളും നല്ല ഉയരമായി. ഏതാണ്ട് 20 മീറ്റർ ഉയരത്തിലാണ് നടക്കാനുള്ള പാലങ്ങൾ. 2 മരങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഇതിലും ഉയരത്തിലാണ്. കാലിഫോർണിയൻ റെഡ്വുഡ് മരങ്ങളാണ് ഇത്. ഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ മരങ്ങളാണ് കാലിഫോർണിയൻ റെഡ്വുഡ്സ്. അമേരിക്കയിൽ ഈ മരങ്ങൾ 115 മീറ്റർ ഉയരത്തിൽ വരെയുള്ളതുണ്ട്. കൂടാതെ തടിയുടെ വണ്ണം 9 മീറ്ററും. ഇവിടെ ഏറ്റവും ഉയരമുള്ളത് 76 മീറ്ററാണ്. പിന്നെ ഈ മരങ്ങൾക്ക് 120 വർഷങ്ങൾ മാത്രമാണല്ലോ പഴക്കം. അമേരിക്കയിൽ ചില കാലിഫോർണിയൻ റെഡ്വുഡ് മരങ്ങൾ 2000 വർഷങ്ങൾ വരെ പഴക്കമുള്ളതുണ്ട്. പാലത്തിലൂടെ നടന്നു ചെല്ലുന്നത് നമ്മൾ അടുത്ത മരത്തിന് ചുറ്റും പണിതിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ്. മരങ്ങളിൽ തൊടാൻ ശ്രമിക്കരുതെന്ന് ഇവിടെ ബോർഡുണ്ട്. മരങ്ങളിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നത്. 3-4 പേർക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചും ഉണ്ട് ഓരോ പ്ലാറ്റ്ഫോമിലും. പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം ഏതാണ്ട് 20 പേർക്ക് പരമാവധി നിൽക്കാം. ഓരോ തൂക്കുപാലങ്ങളിലും 8 പേരാണ് പരമാവധി പാടുള്ളൂ. ബ്രിട്ടനിലെ രാജകുടുംബത്തിലെ പ്രിൻസ് ഹാരിയും മേഗനും 2018 റെഡ്വുഡ് ട്രീ വാക്ക് നടത്തിയപ്പോൾ എടുത്ത ഫോട്ടോയും അതിൻ്റെ വിവരങ്ങളുമാണ് ഈ ബോർഡിൽ. ഇവിടെയുള്ള ഏറ്റവും ഉയരമുള്ള മരത്തിന് ഏകദേശം 76 മീറ്റർ ഉയരമുണ്ട്. 1901 ആ മരം പ്ലാന്റ് ചെയ്തത്. ഈ മരങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവാത്ത രീതിയിലാണ് ഈ പാലങ്ങളും പ്ലാറ്റ്ഫോമും എല്ലാം മരത്തിനോട് ചേർന്ന് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഈ ഫോറസ്റ്റിലെ ഏറ്റവും ഉയരമുള്ള റെഡ്വുഡ് മരത്തിൻ്റെ അടുത്തെത്തി. അതിൻ്റെ പ്ലാറ്റ്ഫോമുകളിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എല്ലാ വർഷവും ഡിസംബർ 25-ന്, അതായത് ക്രിസ്മസിൻ്റെ ദിവസം മാത്രമാണ് റെഡ്വുഡ് ഫോറസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. ബാക്കി വർഷത്തെ എല്ലാ ദിവസവും ഇവിടെ ഓപ്പണാണ്. വെയിലും മഴയൊന്നും ഇതിനെ ബാധിക്കാറില്ല. ഇത് മൂങ്ങയുടെ ഇനത്തിൽപ്പെട്ട റുറു എന്ന ഒരു പക്ഷിയാണ്. അതിനെ കാണാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഇൻഫർമേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇന്ന് റെയിൻ ഫോർകാസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ട്രീ വാക്ക് നടത്തുന്നവർ കുറച്ച് ആളുകളേ ഉള്ളൂ. ന്യൂസിലൻഡിൽ മാത്രം കാണാൻ കഴിയുന്ന സിൽവർ ഫേൺ മരങ്ങളാണ് താഴെ കാണുന്നത്. ന്യൂസിലൻഡിൽ സിൽവർ ഫേൺ ഒരു ഐഡൻറ്റിറ്റി സിമ്പൽ കൂടിയാണ്. ന്യൂസിലൻഡിൻ്റെ പല സ്പോർട്സ് ജേഴ്സികളിലും
മറ്റ് പല യൂണിഫോമുകളിലും ചില ലോഗോയിലും എല്ലാം ഈ സിൽവർ ഫേൺ സിമ്പൽ കാണാൻ സാധിക്കും. എയർ ന്യൂസിലൻഡ് ഫ്ലൈറ്റുകളുടെ ബോഡിയിലും ഈ സിൽവർ ഫേൺ ഡിസൈൻ കാണാം. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കൂടുതലായി വലിച്ചെടുക്കുന്ന ഒരു മരം കൂടിയാണ് റെഡ്വുഡ് മരങ്ങൾ. 1200 മുതൽ 2200 വർഷങ്ങൾ വരെയാണല്ലോ റെഡ്വുഡ് മരങ്ങളുടെ ആയുസ്. ഈ നീണ്ട ആയുസ് കൊണ്ട് തന്നെ മറ്റു മരങ്ങളെക്കാൾ കൂടുതൽ കാർബൺ ഇവ കൂടുതലായി ശേഖരിക്കുന്നു. റോട്ടോറുവ സൾഫർ സിറ്റി എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ കാരണം ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് അന്തരീക്ഷത്തിൽ പുറന്തള്ളുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റോട്ടോറുവയിൽ പല ഭാഗത്തും നല്ല ഒന്നാന്തരം ചീഞ്ഞ മുട്ടയുടെ മണമാണ്. പണ്ട് സലീം കുമാർ തോട്ടിലെ മണമടിച്ച് കൊച്ചി എത്തിയെന്ന് പറഞ്ഞ ഒരു ഡയലോഗുണ്ടല്ലോ. അതുപോലെ ന്യൂസിലൻഡിൽ ഉള്ളവർ യാത്ര ചെയ്യുമ്പോൾ ചീഞ്ഞ മുട്ടയുടെ മണമടിച്ചാൽ റോട്ടോറുവ എത്തിയെന്ന് മനസ്സിലാക്കുക. നാച്ചുറലായി സംഭവിക്കുന്ന പല ജിയോതെർമൽ ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. വെള്ളം തിളയ്ക്കുന്ന ചെറിയ തടാകങ്ങൾ, മഡ്പൂളുകൾ, വെള്ളം പുറത്തേക്ക് ഉയരത്തിൽ ചീറ്റുന്ന ഗീസർ എന്നിവയെല്ലാം റോട്ടോറുവയിൽ കാണാൻ സാധിക്കും. പകൽ സമയത്തെ ട്രീ വാക്ക് മാത്രമല്ല, രാത്രിയിലും ട്രീ വാക്ക് ആക്ടിവിറ്റി ഉണ്ട്. അതിനായി 34 ലാൻറ്റേണുകൾ തൂക്കിയിരിക്കുന്നു. അതിൽ ലൈറ്റുകൾ ഓൺ ചെയ്യുമ്പോൾ നൈറ്റിലെ ട്രീ വാക്ക് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെയാണ് നൈറ്റ് ട്രീ വാക്കിന് വേണ്ടിയുള്ള ലൈറ്റുകൾ ഓൺ ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും സൺസെറ്റിൻ്റെ സമയം ഇവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ കാണുന്ന ലാൻറ്റേണെല്ലാം സൺസെറ്റ് കഴിയുമ്പോഴേക്കും ഓൺ ചെയ്യും. ലാൻറ്റേണിൻ്റെ നിറവും അതിലെ ലൈറ്റും കൂടുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. അവിടെ റോട്ടോറുവയിലെ ആദ്യത്തെ റെഡ്വുഡ് ട്രീയുടെ ഒരു സ്ലൈസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രീ വാക്ക് അവസാനിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തി. ഇതൊരു ലൂപ്പാണ്. അങ്ങനെ ട്രീ വാക്ക് പൂർത്തിയാക്കി ഞാൻ പുറത്തേക്ക് നടന്നു.